പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കണ്ടുപിടിച്ചിട്ട് ആദ്യമായി ഒരു ലോക്സഭാ സീറ്റ് നേടിയതിന്റെ ആവേശത്തിലാണ് BJP. 2026 തെരഞ്ഞെടുപ്പിൽ ആ ആവേശത്തിൽ തന്നെ മത്സരിക്കാൻ മിഷൻ 2026 BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 60 സീറ്റാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റിൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന തൃശ്ശൂർ അടക്കം 11 സീറ്റിൽ BJP ഒന്നാമതായി എത്തി. അതോടൊപ്പം തന്നെ 9 സീറ്റിൽ രണ്ടാമതെത്തി. നേമത്ത് 22,000-ഓളം ഭൂരിപക്ഷമാണ് BJP നേടിയത്. ആ സീറ്റുകളെല്ലാം നിലനിർത്തുന്നതോട് തന്നെ 60 സീറ്റുകൾ CPM-ന്റെ സീറ്റുകളോടുള്ള കടന്നുകയറ്റം തന്നെയായിരിക്കും അടുത്ത നിയമസഭയിൽ BJP ലക്ഷ്യമിടുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് ഇന്ന് സംസാരിക്കാനുള്ളത് ജോൺസേട്ടനാണ്. ജോൺസനെ കുറിച്ച് പറയുമ്പോൾ, മധ്യ കേരളത്തിലെ ആദ്യ BJP പഞ്ചായത്തായ ആവണിശ്ശേരിയിൽ ജനിച്ചു വളർന്നൊരു മനുഷ്യനാണ് ജോൺസേട്ട. എത്ര സീറ്റ് BJPക്ക് 2026 കിട്ടും? ഒരു 14 സീറ്റ് ഉറപ്പായിട്ട് പിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഏതൊക്കെ സീറ്റുകളെന്ന് പറയാമോ? നമ്മളത് ജില്ല തിരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരം, തൃശ്ശൂര്, പാലക്കാട്, ആലപ്പുഴ, പത്തനംതിട്ട, കാസർഗോഡ് ഒക്കെ ജില്ലകളിലെ കണക്കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നേമം, മഞ്ചേശ്വരം, പാലക്കാട്, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, കോന്നി, കാട്ടാക്കട എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ വരുന്നു. അപ്പൊ ഒരു 14 സീറ്റ് നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന മണ്ഡലങ്ങൾ. എന്തുകൊണ്ട് ഈ സീറ്റുകൾ? 68-70% മുകളിൽ ഹിന്ദു വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ ഹിന്ദു വോട്ടിൽ തന്നെ ഒരു 33% വോട്ട് ഉറപ്പായി BJPക്ക് നേടാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അതിന് ശേഷം വന്ന രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റത്തിന് ചെറിയ ചെറിയ ചേഞ്ചസിൽ കൂടി വന്നിട്ട് ഈ 33% വോട്ട് കിട്ടുന്ന അവസ്ഥയിൽ മിനിമം ഒരു 50,000 വോട്ട് കിട്ടാവുന്ന തരത്തിലാണ് ഈ 10-14 മണ്ഡലങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിന്റെ ജില്ല തിരിച്ചു പറയുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം. അല്ല, ജില്ല തിരിച്ചു പറയുമ്പോൾ താങ്കളുടെ ജില്ലയെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തുടക്കത്തിൽ പരാമർശിച്ച പോലെ വലിയൊരു അട്ടിമറി ആദ്യമായി BJPക്ക് ഒരു ലോക്സഭാ സീറ്റ് സമ്മാനിച്ച താങ്കളുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങിക്കോളൂ. തൃശ്ശൂര്, മണലൂര്, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് ഈ മണ്ഡലങ്ങളിലാണ് ശരിക്കും BJPക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന. അതായത് 5 സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ലീഡിൽ, ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും പ്രതീക്ഷിക്കാം. കാരണം ഇന്നത്തെ സാഹചര്യത്തില് ശക്തമായൊരു പ്രതീക്ഷ വയ്ക്കാവുന്ന മണ്ഡലമാണ് തൃശ്ശൂര്. തിയറി നമ്മൾ പറഞ്ഞു, ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ തൃശ്ശൂർ കോർപ്പറേഷൻ ഉദാഹരണമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, അല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി. അതെ, പാലക്കാട്. അപ്പൊ ഇത്തരം എടുക്കുമ്പോ നമ്മള് ഭൂരിപക്ഷ സമുദായത്തിന് ഭൂരിപക്ഷം ഉള്ള വാർഡുകളിൽ, ഇപ്പൊ നമ്മൾ തൃശ്ശൂര് നമ്മൾ പൂങ്കുന്നം, കിങ്കാട് പോലെയുള്ള അവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷ വോട്ടർമാരുള്ള വാർഡുകളിൽ മിനിമം ഒരു 33% വോട്ടെങ്കിലും നേടാൻ BJPക്ക് സാധിക്കും. ഇതേ സെയിം ഇതിൽ നമ്മളിപ്പോ മലപ്പുറം, പൊന്നാനി ഉള്ള ഏരിയകളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് 70%-ന് മുകളിലുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും അവരുടെ സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാനായിട്ട് മറ്റു കക്ഷികൾക്ക് സാധിക്കാറില്ല. അത് ഇന്ത്യയിലെ നമ്മൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നോക്കിയാൽ ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാന് പോലെയുള്ള പല സ്റ്റേറ്റിലും ഈ BJPക്ക് 85-90% ഹിന്ദു ഭൂരിപക്ഷ വോട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ആ മണ്ഡലങ്ങളിൽ ഒരിക്കലും BJPയുടെ അടിത്തറ ഇളക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത് പ്രകാരം തന്നെ കേരളത്തില് നമ്മൾ ഈ 140 മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു 40ഓളം മണ്ഡലത്തില് ശരിക്കും നമ്മൾ ഓരോ ജില്ലയിൽ എടുത്ത് പരിശോധിച്ചാൽ തിരുവനന്തപുരം, തൃശ്ശൂര്, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, കണ്ണൂര്, ആലപ്പുഴ, പത്തനംതിട്ട, കാസർഗോഡ്. ഇതിപ്പോ നമ്മൾ ആലപ്പുഴ, കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിശയം. പക്ഷെ താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച ജില്ലകള് മറ്റു ജില്ലകൾ 14 ജില്ലകളുമായി എങ്ങനെയാണ് വ്യത്യസ്തം കാണുന്നത് പ്രേക്ഷകരോട് പറഞ്ഞുതരാം. കാരണം വെച്ചാല് നമ്മള് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേണിൽ നമ്മൾ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടില് ഒരു 42% വോട്ടാണ് ഇടതുപക്ഷ മുന്നണിക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. BJPക്ക് മാക്സിമം അതിലൊരു 25%
UDF 25% എന്ന തരത്തിലേക്കായിരുന്നു. അത് വളർന്ന് BJP മിനിമം 33% ഉറപ്പായിട്ട് കിട്ടുന്ന തലത്തിലേക്ക് അവൾ വളർന്നു. ചില മണ്ഡലങ്ങൾ അതിനേക്കാൾ വളർന്നു. തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങൾ അതിനേക്കാൾ കൂടുതൽ വളർന്നു. കഴിഞ്ഞ പ്രാവശ്യം പല മണ്ഡലങ്ങളിലും പിന്നെ ശശി തരൂറും ആയി മറ്റേ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള വോട്ട് വ്യത്യാസം വളരെ നേർത്തു വന്നു. ഇതുപോലെ നമ്മൾ തൃശ്ശൂര് ഈ BJPക്ക് ലീഡ് വന്നിട്ടുള്ള മണ്ഡലങ്ങൾ നോക്കി നമ്മൾ നാട്ടിക അവിടുത്തെ നമ്മൾ ജനങ്ങളുടെ കണ്ടീഷൻ നോക്കും. ന്യൂനപക്ഷ സ്വാധീനം കുറവുള്ള മണ്ഡലങ്ങൾ അല്ല, പത്തനംതിട്ടയിലെ ചില മണ്ഡലങ്ങൾ, ആലപ്പുഴയിലെ ചില മണ്ഡലങ്ങൾ, കണ്ണൂര് CPM-ന്റെ കുത്തക സ്ഥലങ്ങളിൽ പോലും ഈ വോട്ടിലെ ചേഞ്ചസ് വന്നു. കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂര്, തിരുവനന്തപുരം. അപ്പോൾ ബാക്കി മണ്ഡലങ്ങളിൽ 50% മത്സരിപ്പിക്കുകയാണെങ്കിൽ നേടിയെടുക്കാനുള്ള സാധ്യത അതായത് 14 എണ്ണം ഉറപ്പും 40 എണ്ണം സാധ്യതയുണ്ടെന്നാണ് ജോൺസന്റെ കണക്ക്. അത് അവരുടെ വോട്ട് കൊണ്ടല്ലാന്ന്. നമ്മളിപ്പോ സുരേഷ് ഗോപിനെ ഒരു സ്വതന്ത്രന്മാരെയൊക്കെ പരീക്ഷിച്ചാൽ പണ്ട് ഇടതുപക്ഷം പരീക്ഷിച്ചിരുന്ന മാതൃകയിലുള്ള അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാന്നുള്ളതാണല്ലോ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ തന്ത്രം. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് ഡെവലപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ വളരെ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിലയിരുത്തലിൽ CPM-ന്റെ വോട്ട് ബാങ്കിലേക്കുള്ള ഒരു കടന്നുകയറ്റം ആയിരുന്നു അവർ അവകാശപ്പെട്ടത്, അവർ ഉയർത്തിക്കാട്ടിയത്. അത് എത്രത്തോളം 2026 തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി CPM ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ആ കടന്നുകയറ്റം നിലനിർത്താനാവുക അല്ലെങ്കിൽ സാധ്യമാക്കാനാവുക? ഇടതുപക്ഷത്തിന് പാരമ്പര്യമായുള്ള വോട്ട് ബാങ്ക്, അതേ വോട്ട് ബാങ്കിനെ തന്നെയാണ് BJPയും ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കാര്യമായിട്ട് വ്യത്യാസം തുറന്നു പറയുന്നില്ല, ഹിന്ദു വോട്ട് ബാങ്ക്. അത് കാരണം രണ്ട് കക്ഷികളും ഒരേ വോട്ട് ബാങ്കിനെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് അവരെ ബേസ് വോട്ടുന്നു. ആ വോട്ടിനെയാണ് രണ്ട് പാർട്ടികളും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ ശബരിമല വിഷയത്തിൽ കുറച്ച് നഷ്ടപ്പെട്ടുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ വോട്ട് സമാഹരിക്കുന്ന ശ്രമം നടത്തിയത്. ആ ശ്രമത്തിൽ താൽക്കാലികമായിട്ടൊരു 5-10 കൊല്ലം വിജയെങ്കിലും ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് തിരിച്ചടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ലാത്തൊരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഈ ഭൂരിപക്ഷ വോട്ടുകളിൽ നിന്നാണ് BJPയും ഇടതുപക്ഷവും കൈയിട്ട് വരാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഒറിജിനൽ വേണോ ഡ്യൂപ്ലിക്കേറ്റ് വേണോ എന്നുള്ളൊരു ചിന്ത വരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ നമ്മൾ ആലപ്പുഴ മണ്ഡലം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. കാരണം അപ്പൊ നമ്മൾ വളരെ മുൻകൂട്ടിയിട്ട് പറഞ്ഞിരുന്നു ആലപ്പുഴയിൽ സംഭവിക്കുന്ന ഇലക്ഷൻ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്നു. കാരണം ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായി. അപ്പൊ ഇത് അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാന ഹിന്ദു വോട്ട് ബാങ്കില് ഈ പറഞ്ഞ 33% വോട്ട് അത് BJPയിലേക്ക് എത്തി എന്നുള്ളതാണ് അതിന്റെ കാരണം. അത് കേരളത്തിൽ മൊത്തം വോട്ടില് ഒരു 1.5 കോടി വോട്ടുണ്ടെങ്കിൽ 50 ലക്ഷം വോട്ട് BJPക്ക് സമാഹരിക്കാനുള്ള പൊസിഷൻ ഇന്ന് കേരളത്തിലായി കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ 67-70 ലക്ഷത്തിന് താഴെ വോട്ടാണ് കിട്ടിയത്. അപ്പൊ ഇടതുപക്ഷം BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 20 ലക്ഷത്തിന് നേർത്തു വരുന്നു. അതിന്റെ കൂടെ ഏതെങ്കിലും കക്ഷികൾ ഇപ്പൊ UDF-ല് അല്ലെങ്കിൽ LDF-ലുള്ള ഏതെങ്കിലും കക്ഷികൾ ഒരു പക്ഷെ BJP ആയിട്ട് ഒരു ടൈഅപ്പിൽ വരികയാണെങ്കിൽ, കാരണം ഇപ്പൊ UDF-ന്റെ വോട്ട് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ LDF ഈ ഒരു 20 ലക്ഷം എക്സ്ട്രാ പിടിക്കുകയാണെങ്കിൽ ഭരണം വരെ കിട്ടാവുന്ന അവസ്ഥയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം മുസ്ലിംസ് ആണ്. അതിന് താഴെ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ആ വോട്ട് ബാങ്കാണ് ഇടതുപക്ഷത്തിന് ശക്തമായി കാലാകാലങ്ങളായി. അതെ, അതിൽ നിന്നാണ് ചോർച്ച ഉണ്ടായില്ല. നമുക്ക് ചില നമ്മള് തൃശ്ശൂര് തന്നെ നമുക്ക് നോക്കാം. നാട്ടിക, കൈമംഗലം, നാട്ടിക നമ്മൾ ആലോചിച്ചറിയാവുന്ന മണ്ഡലങ്ങളാണ്. പെട്ടെന്ന് അധികം അകലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ നമ്മള് ആലപ്പുഴ മണ്ഡലം, പോലെ പാലക്കാട്, പിന്നെ നമ്മള് കണ്ണൂര് പോലെയുള്ള സ്ഥലങ്ങളില് ഇടതുപക്ഷത്തിന് UDF അവിടെ സാധാരണ ഒരു 5000 വോട്ടിന് ജയിക്കുന്ന സ്ഥലത്താണ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത്. അത് UDF-ന്റെ വോട്ട് വർദ്ധിച്ചത് കൊണ്ടല്ല. UDF-ന് 2-3 മണ്ഡലങ്ങളിലാണ് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത്. ബാക്കി മണ്ഡലങ്ങളിൽ UDF-ന്റെ വോട്ട് ശരിക്കും വന്നാൽ കുറഞ്ഞിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇടതുപക്ഷത്തിന്റെ വോട്ട് വല്ലാതെ താഴെ പോയി എന്നുള്ളതാണ് കാര്യം. ആ BJPയിലേക്ക് വോട്ട് പോയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, UDF-ന്റെ വിജയം ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴ പോലും UDF-ന്റെ വോട്ടിൽ കാര്യമായിട്ട് വർധന വന്നിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ വോട്ട് ചോർച്ച വന്നതുകൊണ്ടാണ് അവിടെ UDF ജയിച്ചിട്ടില്ല. അപ്പൊ ഇതേ ഒരു അവസ്ഥയായിരിക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാനുള്ള സാധ്യത.
അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു തേക്കം, ഈ തേക്കം അത് കൂടാനല്ലാതെ കുറയാനുള്ള സാധ്യത ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയം വെച്ചിട്ട് കാണാനില്ല. ഒരു കാര്യം ഉറപ്പ്, അവർ നിൽക്കുന്ന അവർക്കൊരു 40 അല്ലെങ്കിൽ മണ്ഡലങ്ങളില് ശക്തമായ അവര് പോരാടും, അതിൽ സംശയമില്ല. പക്ഷെ ബാക്കി മണ്ഡലങ്ങളിൽ അവരെന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് BJPക്ക് അനുകൂലമാവുന്ന സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു വരുന്നൊരു അവസരം സംഭവിക്കുകയാണ്. ആദ്യം കേരളത്തില് മുസ്ലിം ലീഗിന് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിന് വിട്ട് ചില മത തീവ്ര ചിന്താഗതിയുള്ള വ്യക്തികൾ കൂടുതൽ ഫ്രണ്ടിലേക്ക് കയറി വരുന്ന സാഹചര്യം വരുമ്പോൾ മറ്റ് മതസ്ഥരുടെ ഉള്ളില് കൂടുതൽ എന്ത് വരാം, ഈ ഒരു ഭയപ്പാടും കാര്യങ്ങളൊക്കെ വരാം. ആഗോളപരമായിട്ട് ഇന്നത്തെ സംഭവവാസങ്ങൾ അടിസ്ഥാനത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ചേഞ്ചസ് വരാം. 4 സീറ്റുകൾ ജയിക്കും. വിജയസാധ്യതയുണ്ട്. 40 സീറ്റുകളിൽ ഒരു സാധ്യതയുണ്ട്. 40 സീറ്റില് കടുത്ത മത്സരം നടക്കും. പറയാ, കഴിഞ്ഞ കുറി പാലക്കാട് നടന്ന പോലെ സസ്പെൻസ് ത്രില്ലറുകളിലേക്ക് വേണമെങ്കിൽ അടുത്ത നിയമസഭയിൽ മൂന്ന് മുന്നണികളും വലിയ മത്സരം കാഴ്ചവെക്കും. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു നേതാവിനെ പ്രഖ്യാപിക്കാറുണ്ട്. ഇത്രയും ആവേശകരമായി മുന്നേറ്റത്തോടെ BJP പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിക്കാനിടയുണ്ട്. ആരുടെയൊക്കെ സാധ്യതകളാണ് താങ്കൾ കാണുന്നത്? നമ്മള് ഇപ്പോഴത്തെ അവസ്ഥയില് സമയമുണ്ട്. ഇനിയും പല വ്യക്തികള്, പല നേതാക്കന്മാര് ഒരു പക്ഷെ BJPയിലേക്ക് വരാം. നമ്മൾ ആ സാധ്യത അവസാനിച്ചിട്ടില്ലേ. കാരണം ഒരു എക്സാമ്പിള്, ആസാമും കേരളവും നമ്മൾ ഒരുപോലെ കാണാവുന്ന അവിടുത്തെ കമ്മ്യൂണിറ്റി നമ്മുടെ രണ്ടും ഒരുപോലെയാണ്. അവിടെ ഹേമന്ത് വിശ്വാസ്, അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് മോദി കഴിഞ്ഞ BJPയിൽ രണ്ടാമെന്നുള്ള തലത്തിലേക്ക് എത്തപ്പെട്ടു. ഇന്ന് ആസാം BJPയുടെ കയ്യിൽ ഭദ്രമാണ്. കാരണം കേരളത്തിൽ അതേ സ്ഥിതിയാണ് അവിടെ. അന്ന് എന്ന് പറഞ്ഞ പോലെ ഇനി ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഏതൊക്കെ പാർട്ടികൾ, ഏതൊക്കെ നേതാക്കന്മാര് BJPയിൽ എത്തും എന്ന് പറയാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും കേരളത്തില് BJPയുടെ നിലവിലുള്ള നേതാക്കളില് ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവ്. ഈ വോട്ടർമാർക്ക് ഒരു ആകർഷണം വരുന്ന വ്യക്തികളില്ലാന്ന് UDFിലല്ലേ. അവിടെ ശോഭാ സുരേന്ദ്രനാണ് ഒരു സ്ത്രീകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. നിങ്ങളുടെ പിക്കും അത് തന്നെയാണ്. ഇത്രയും നേരം BJPയുടെ 2026 സാധ്യതകളെ കുറിച്ച് വളരെ സമഗ്രമായി നമ്മളോട് സംസാരിച്ച ജോൺസേട്ട വളരെ നന്ദി. 2026 തെരഞ്ഞെടുപ്പ് ഹൈ പ്രഷർ സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും പല മണ്ഡലങ്ങളും. ടെലിവിഷൻ സെറ്റുകളിലേക്ക് മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ മൊബൈലിന് മുമ്പിലിരിക്കുന്നവർക്ക് വലിയൊരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും സമ്മാനിക്കാൻ പോകുന്നത്. താങ്ക് യു ജോൺസേട്ട. താങ്ക് യു എവരിവൺ.